ഹായ് അസ്സാം വലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമല്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യലായൊരു ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ചായക്ക് കടി എന്താ വെച്ചാൽ പാസ്തയായിരുന്നു കേട്ടോ. അങ്ങനെ പാസ്ത ഒക്കെ തിന്ന് അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ തൈ ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ കേട്ടോ. അപ്പോൾ 2 തൈ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഈ ടൈം വല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ഇപ്രാവശ്യം നല്ല ഉണ്ടായിക്കണം കേട്ടോ. തോനെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ പറിച്ചിട്ടാ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയൊക്കെ വരുന്നുണ്ടായിരുന്നപ്പോൾ അത് മൂത്തമ്മ പറഞ്ഞിരുന്നു ആദ്യം തന്നെ എനിക്കിങ്ങനെ ഇനി കായ് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കോണ്ടിന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ കൂടിയൊക്കെ പോവാണ്. അപ്പോൾ പിന്നെ അതിമുള്ള കായ് ഉള്ളിടത്തോളം പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മൾ തിന്ന് 2 മണിക്കൂർ കഴിഞ്ഞാലും നല്ല മധുരമായിക്കാരം കേട്ടോ. നമ്മൾ എന്ത് തിന്നാലും നല്ല മധുരമായിക്കാരം. അതായത് എരിവുള്ളതും പുളിയുള്ളതും ചോറ് തിന്നാലും കഞ്ഞി കുടിച്ചാലൊക്കെ മധുരമായിക്കാരം കേട്ടോ. അങ്ങനെ മരത്തുമ്മത്തെ കറുത്ത് പിന്നെ നിലത്ത് കുഴിഞ്ഞാടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നുള്ളി പെറുക്കി എടുത്തിട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ ഇലൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുന്നൊക്കെ തപ്പി നോക്കി, പക്ഷേ അതിലൊന്നും കാണാനില്ല. പിന്നെ കിട്ടിയതായാലും വെച്ചിട്ട് മൂത്തമ്മക്ക് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ഒന്നനെ തിന്നാൽ തന്നെ ഭയങ്കര മധുരമാണ്. അപ്പോൾ മൂത്തമ്മക്കൂട്ടൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളോട് ഉണ്ടായതുകൊണ്ട് പിന്നെ ഇതിനോടൊരു വിലയില്ല കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായ ഉടനെ ഭയങ്കര പൊലിവായിരുന്നു. ഇപ്പോൾ ഈ സാധനത്തിനോട് അത്ര വലിയ ഒരു ഇതില്ല. പിന്നെ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ മുതലാവട്ടെ. കാരണം ഈ കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ട് ആദ്യം തിന്നാൻ കൊടുത്തിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ നല്ല മധുരമായിക്കാരം. കുട്ടികൾക്ക് നല്ല നമുക്കൊക്കെ തിന്നാൻ പറ്റാത്ത മരുന്നൊക്കെ അങ്ങനെ തിന്നാം. അങ്ങനെ പിന്നെ മിഥുവിൻ്റെ കാല് കേടന്നിരുന്നിട്ട് അപ്പോൾ മൂത്തമ്മീട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മൂത്തമ്മേൻ്റെ മോനെ എടുത്തും കൊണ്ട് കൊണ്ടുപോകാം വണ്ടിക്ക്. കാരണം എനിക്ക് നടക്കാൻ വെച്ച കാല് കേടന്നിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഇട്ടത് ഇതാരാ വെച്ചാൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ്. അതായത് മേമൻ്റെ ചെറിയ കുട്ടിയാട്ടോ. അവൾക്ക് 2 കുട്ടികളാണ്, ഏറ്റവും ചെറിയതാട്ടത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവനക്കുള്ള പണി എന്താ വെച്ചാൽ അവൻ്റെ ചെരുപ്പ് ഇടൂല, അല്ലെങ്കിൽ വലിയ ചെരുപ്പ് ഇട്ടിട്ടേ അവൻ നടക്കുള്ളൂ. പിന്നെ അവൻ്റെ പെങ്ങളെ ചെരുപ്പ് ഇട്ടിട്ട് നടക്കട്ടെ, അതായത് അമ്മോൻ്റെ കുട്ടീൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് അവൻ നടക്കുകയാണ്. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് താന്നൂരായിരുന്നു. താന്നൂർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായ കാരണം, അതായത് പ്രസവമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. എപ്പോഴാണ് എന്താ ഏതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പടച്ചവൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ പൂക്കാട്ടുറി ഹോസ്പിറ്റലാട്ടോ, അതായത് വളാഞ്ചേരി ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ റഹ്മത്ത് ഡോക്ടറായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ് ഇമ്മി ലാലൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും കൂടി അവിടെ വന്നിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഡോക്ടർ നമ്പറാണല്ലോ 22 കേട്ടോ. അങ്ങനെ കൂടെ വന്ന ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, പിന്നെ ലാല് ഫോണിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് കാത്തിരുന്ന് ഇടങ്ങാറിൻ്റെ അവസ്ഥയായിട്ടാണ്. കാരണം അതൊന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പെരേക്ക് എത്താനാണ്. അപ്പോൾ മുത്തുമോനൊന്നും ഉറങ്ങി നീച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഓനക്കാണെങ്കിലും കണ്ട് പിരാന്ത് വരുന്നുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്ത് ശീലമില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. 3 മാസത്തെ സ്കാനിങ്ങിന് വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ചെറുതായിട്ട് വേറൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി. അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ ഡോക്ടർ ഇവിടെ വന്ന് നോക്കിയപ്പോൾ 21 അപ്പോൾ പിന്നെ സമാധാനമായി. അടുത്ത പിന്നെ നമ്മളാണല്ലോ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 21 കൊണ്ട് മാറണമില്ല. വേഗം ഒന്ന് കഴിഞ്ഞിട്ട് വരെയൊക്കെ പോവാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ റഹ്മത്ത് ബീഗ കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിൽ അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച് കുട്ടീൻ്റെ മിടിപ്പൊക്കെ കേൾപ്പിച്ചെന്ന് കുട്ടീനെ കാണിച്ചെന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 3 മാസത്തെ TT അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ TT അടിച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്ക് മരുന്ന് വേഗം കൊണ്ടുപോയി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ മരുന്ന് എടുത്തിട്ടാവും നമുക്ക് TT അടിച്ചു തരാം. എന്നിട്ട് പിന്നെ നമ്മൾ TT അടിച്ചിൽ കഴിഞ്ഞിട്ട് നമ്മൾ ആ മരുന്ന് അവർക്ക് വേറെ വേഗം കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ എനിക്കിങ്ങനെ എപ്പോഴും തലവേദന കേട്ടോ. ഛർദിയും തലവേദന ഒന്നും വിട്ട് മാറണില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ തല പൊക്കാൻ പറ്റുള്ളൂ, ഭയങ്കര തലവേദന. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ മൂത്രം പരിശോധിക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനെ മൂത്രം പരിശോധിക്കാൻ കൊടുത്തിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നിട്ട്. അതെന്താ സംഭവിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, ജനിതകപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് ആ ടെസ്റ്റിന് ഡബിൾ മാർക്ക് ടെസ്റ്റ് എന്ന് അറിയട്ടെ. അപ്പോൾ അതിന് ബ്ലഡ് എടുത്തിട്ട് വേണം പരിശോധിച്ച് നോക്കാൻ. അത് നമ്മൾ 3 മാസം ലാസ്റ്റിലാട്ടോ നോക്കുക. അപ്പോൾ പിന്നെ ആ ടെസ്റ്റിന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ആ ടെസ്റ്റ് ചെയ്യാൻ എഴുതിയിട്ട് അങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പേടിയുണ്ട് വെച്ചാൽ പേടിയുണ്ടെന്നാൽ പേടിയില്ല. ഇപ്പം പിന്നെ ശീലമായിട്ട് ഇപ്പം പിന്നെ ഞാൻ ചോര എടുക്കുന്ന കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എന്താണാവോ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും സൂചി കുത്തനെ കണ്ടാലും ഞാൻ അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ആ ചോര ഇങ്ങനെ കീറങ്ങനെ നോക്കി നിൽക്കും. അപ്പം അത് പിന്നെ ശീലമായി. ഇപ്പം അതൊക്കെ ഉണ്ട് ശീലമാവില്ല തന്നെ. തലയിൽ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, കാര്യം നടക്കണ്ടേ. അപ്പോൾ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചോര എടുക്കണം ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അമ്മാക്കൂട്ടൊന്നും ഇതും കാണാനുള്ള ധൈര്യം ഇല്ല കേട്ടോ. പക്ഷെ എനിക്കെന്താണാവോ എനിക്കത് പേടി ബേജാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് ചോര എടുക്കുന്നത്.
അങ്ങനെ പിന്നെ അത് ടെസ്റ്റിന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോന്നിട്ട് പിന്നെ 4-ാം മാസം ഡോക്ടറെ കാണിച്ചാൻ ചെല്ലുമ്പോൾ റിസൾട്ട് തരുള്ളൂ കേട്ടോ. പിന്നെ ഓല് വാട്സപ്പ് ചെയ്ത് തരാറുണ്ട് റിസൾട്ട്. അങ്ങനെ മാഷാ അല്ലാഹ് ഓല് വാട്സപ്പ് ചെയ്ത് തന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലാണ് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഓല് എന്തൊക്കെയോ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടാണ്. അങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി നിന്നപ്പോഴാണല്ലോ ഭയങ്കര തിരക്കും. പിന്നെ അതുമല്ല മരുന്ന് എടുത്ത് കൊടുക്കാൻ 3 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ പോയി നിന്ന് മനസ്സിന് എട്ടങ്ങാറിന് അവത്തായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പെരേക്ക് എത്തി കിട്ടിയാൽ മതി ഇതായി. പിന്നെ ലാലു തിരൂരിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലാലു പിന്നെ അങ്ങനെ കടയിലേക്ക് പോയിട്ടാണ്, കാരണം ഉച്ചവരെ ലീവ് എടുത്തേക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പങ്കും പോന്നിട്ട് ഞങ്ങൾ പിന്നെ അനിയനായിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ഞാനും ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചാൽ നേരത്തെ പോയിട്ടാണ്, കാരണം രാവിലെ കൊണ്ട് പെരയിൽ നിന്ന് പോയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്, എനിക്കാണല്ലോ കുറേ ദിവസമായി എന്നിട്ട് അങ്ങനെ ഔലുമിൽ കുടിച്ചാൻ പൂതിയുണ്ടായിരുന്നിട്ട്. അങ്ങനെ പിന്നെ ഔലുമിൽ കുടിച്ചാൻ വേണ്ടി കയറിയിട്ടാണ്. അപ്പോൾ പൂതിയാണല്ലോ ഭയങ്കരമാണ്, പക്ഷെ കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വരൽ തുടങ്ങിയിട്ടാണ്. കാരണം എനിക്ക് പാല് പറ്റണില്ല, കോഴിമുട്ട പറ്റണില്ല, അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ നല്ല പൂതി ഉണ്ടായിരുന്നു കുടിച്ചാനൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അതിൻ്റെ ചുരുക്കമൊക്കെ നോക്കി നിന്ന് പിന്നെ അതിൻ്റെ കൂടെ തിന്നാൻ കട്ട്ലേറ്റ് ഓർഡർ ആണ് കേട്ടോ. കാരണം ഭയങ്കര പൈപ്പ് മുന്നിലാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു മുതലാണ്ട് തിന്നാൻ പറ്റണില്ല കേട്ടോ, ഫുള്ള് ഛർദ്ദിച്ചു പോരാ. അങ്ങനെ പിന്നെ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കി, വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കുടിച്ചിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ 4-5 ടീസ്പൂണൊക്കെ അങ്ങനെ കുടിച്ചു. മുഴുവനാക്കാനൊന്നും ഇതിനെക്കൊണ്ട് കഴിയില്ല കേട്ടോ, കാരണം ഇതിനെക്കാട്ടും വലിയൊരു ഗ്ലാസ്സും ഉണ്ട്. എനിക്ക് പിന്നെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ പള്ള നിറഞ്ഞിട്ടാ. കാരണം എന്താ പറയുക, എനിക്ക് പകുതി കുടിച്ചപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരൽ തുടങ്ങിയിട്ട്. അങ്ങനെ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഞാൻ എൻ്റെ ഉമ്മാക്കാനെ കൊടുത്തിട്ടാണ്. പിന്നെ കട്ട്ലേറ്റ് ഞാനിങ്ങനെ കുറച്ച് തിന്നിട്ട് കുറച്ച് ബാക്കി അവിടെ തന്നെ വെച്ച് പോകുന്നത്. അങ്ങനെ പിന്നെ പെരേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ചെറിയൊരു വെള്ളക്കുപ്പി വേങ്ങുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വെള്ളക്കുപ്പി ഇങ്ങനെ ഈമ്പി കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു വെള്ളക്കുപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ വെള്ളം കുടിച്ചാൻ വേണ്ടി വെള്ളക്കുപ്പി എടുത്താൽ അപ്പോൾ എൻ്റെ വിത്താലെ നടക്കും. അല്ലെങ്കിൽ ഞാൻ വെള്ളക്കുപ്പി എവിടെയെങ്കിലും വെച്ചാലും ഓൻ ആ വെള്ളക്കുപ്പി പൊന്തൊന്നുമില്ല, എന്നാലും ഏറ്റി വരും കേട്ടോ. കാരണം എനിക്ക് ആ മൂടി തുറന്ന് കൊടുക്കാനും അവനക്ക് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഈമ്പി കുടിച്ചാൽ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പാവം തോന്നിയിട്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു വെള്ളക്കുപ്പി വേഗം കൊടുത്തിട്ടാണ്. അത് കിട്ടിയ പാടനെ ഓൻ ആദ്യം ഈമ്പി നോക്കട്ടെ, അതിൽ വെള്ളം ഉണ്ടോ നോക്കണം. പക്ഷേ അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓൻ്റെ ആ ചെറിയ കണ്ടപ്പോൾ തന്നെ നമുക്കും മനസ്സ് നിറഞ്ഞിട്ട്, കാരണം ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ പിന്നെ അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ട്, കാരണം എന്താ പറയുക ചെറിയ കുട്ടിയല്ലേ, അത് ആരെ കുട്ടി വെച്ചാലും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാട്ടോ. അങ്ങനെ ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കുപ്പിയിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിരുന്നത്. അപ്പോൾ ഓനക്ക് ചെറിയൊരു വെള്ളക്കുപ്പിയും വേഗം കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളെ പെരേക്ക് പോകുന്നുണ്ട് രാത്രി. അങ്ങനെ പെരയിൽ വന്നതിന് ശേഷം എനിക്ക് അൽഫാം എന്നാൽ ഭയങ്കര പൂതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അൽഫാം ഓർഡർ ചെയ്തിട്ട് പിന്നെ രാത്രി അൽഫാമൊക്കെ തിന്നും. അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിച്ചു. അപ്പം അത്രേ ഉള്ളൂ.